സൗദി മരുഭൂമി പ്രദേശങ്ങളിലൂടെ ചീറിപ്പറന്ന ദാക്കർ റാലിയിൽ ഖത്തറിന്റെ നാസർ അൽ അത്തിയയ്ക്ക് 6ാം കിരീടം. 48ാമത് ദാക്കർ റാലിയുടെ സമാപന ചടങ്ങുകൾക്ക് ചെങ്കടൽ തീരമായ യാംബുവാണ് സാക്ഷ്യം വഹിച്ചത്. ബൈക്ക് വിഭാഗത്തിൽ വെറും 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ലൂസിയാനോ ബെനവിഡസ് ചാമ്പ്യനായി. യാംബുവിൽ നിന്നും നിയാസ് യൂസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ആഴ്ചയായി സൗദിയിലെ മണൽ പരപ്പുകളെ പൊടി പറത്തി ആവേശത്തിലാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫ് റോഡ് മാമാങ്കമായ ദാക്കർ റാലി 2026 സൗദിയിലെ യാംബുവിൽ നിന്ന് തിരശ്ശീല വീഴുകയാണ്. മരുഭൂമിയിലെ കഠിനമായ പാതകളിലൂടെ 7994 കിലോമീറ്റർ താണ്ടി എത്തിയ സാഹസികർ. അവർക്ക് യാംബുവിൽ ആവേശകരമായ സ്വീകരണം. കാർ വിഭാഗത്തിൽ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ഡാസിയ ടീമിന്റെ നാസർ ലത്തിയ ഒരിക്കൽ കൂടി മരുഭൂമിയിലെ തന്റെ അപ്രമാദിത്വം തെളിയിച്ചു. കരിയറിലെ 6ാം കിരീട നേട്ടം. ദാക്കർ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടുന്ന 2ാമത്തെ താരം. അങ്ങനെ റെക്കോർഡ് നേട്ടത്തോടെ കിരീടം. കോഡ് ടീമിന്റെ നാനി റോമയിൽ നിന്നും മത്യാസ് എക്സ്ട്രോമിൽ നിന്നും കടുത്ത വെല്ലുവിളിയായിരുന്നു. എങ്കിലും 12ാം ഘട്ടത്തിൽ നിർണായക പ്രകടനം അത്യയുടെ വിജയം ഉറപ്പിച്ചു. ബൈക്ക് വിഭാഗത്തിൽ കണ്ടത് ദാക്കർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഫിനിഷിംഗ്. അവസാന നിമിഷം വരെ മുന്നിലായിരുന്ന ഹോണ്ടയുടെ റിക്കി പ്രോപ്പക്കിനെ വെറും 2 സെക്കൻഡിന് പിന്നിലാക്കി KTM താരം ലൂസിയാനോ ബെനവിഡസ് കിരീടം തട്ടിയെടുത്തു. ദാക്കർ റാലി ക്ഷണിതാക്കളായി കേരളത്തിൽ നിന്നും റേസിംഗ് വിദഗ്ധർ എത്തിയിരുന്നു. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അഡ്രിനാലി റഷ് ആണ് ഈ ഒരു ഡാക്കാറിന് വരുമ്പോൾ കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ മെഷീനുകൾ. ഇപ്പോ റാലി ബൈക്ക് മുതൽ കോഡ്, അതുപോലെ തന്നെ ട്രക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ ട്രക്കിന്റെ റേസ് ഒന്നും കാണാനുള്ള ഒരു സ്കോപ്പ് നമുക്കില്ല. ഇവിടെ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ട്രക്കുകളും ആ ട്രക്കിന്റെ അകത്തുള്ള സജ്ജീകരണങ്ങൾ, ഇതിന് കംപ്ലീറ്റ് റോഡ് ബുക്കും സെറ്റപ്പും കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. ഹീറോ മോട്ടോർ സ്പോർട്ടിനായി മത്സരിച്ച റോസ് ബ്രാഞ്ച് 8ാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സാങ്കേതിക തകരാറുകൾ മൂലം പിന്മാറേണ്ടി വന്ന ഇന്ത്യൻ താരം സഞ്ജയ് തക്കാലെ ക്ലാസിക് വിഭാഗത്തിൽ പ്രോലോഗിനും ആദ്യഘട്ടത്തിലും 1ാമതെത്തി ദാക്കറിൽ ഒരു ഘട്ടം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി. മനുഷ്യനും വാഹനവും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ട ഈ പോരാട്ടം താൽക്കാലികമായി ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷം പുതിയ റെക്കോർഡുകളുമായി വീണ്ടും തിരിച്ചെത്തുമുള്ള പ്രതീക്ഷയിലാണ് ദാക്കർ പോരാളികൾ. യാംബുവിൽ നിന്നും ക്യാമറ പേഴ്സൺ രാജുവിനൊപ്പം നിയാസ് യൂസഫ്, മീഡിയ 1.